നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് അടുക്കളയിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന ശർക്കര ഉപയോഗിച്ചുകൊണ്ട് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ഏറെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഏത് രീതികളിലാണ് ഇവ ഉപയോഗിക്കേണ്ടത്, അതുപോലെ ഉള്ളിൽ കഴിക്കാൻ വേണ്ടി 3 വ്യത്യസ്ത രീതികളുണ്ട്. ഈ രീതികൾ ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പുറമേ പുരട്ടാൻ വേണ്ടിയിട്ട് കരിമംഗല്യം, അതുപോലെ മുഖത്ത് പാടുകൾ മാറാതെ നിൽക്കുക, ഗ്ലോ വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കും കൂടെ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും. അതിനാൽ തന്നെ വീഡിയോ ലാസ്റ്റ് വരെയും കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ശർക്കര എന്ന് പറയുന്നത് നമുക്ക് ആയുർവേദ തലത്തിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കിത് അയൺ കണ്ടന്റ് കൂട്ടാൻ സഹായിക്കുന്നു, നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ അളവുകൾ ഉയർത്താൻ വേണ്ടി സഹായിക്കുന്നു. HB പ്രശ്നങ്ങൾ, അനീമിക് കണ്ടീഷൻസ് ഉള്ളവർക്ക് ഏറെ ഗുണകരമായിട്ട് ഉപയോഗിക്കുന്നു. അരിഷ്ടങ്ങളിലും ലേഹ്യങ്ങളിലും ഒക്കെ തന്നെ പ്രധാന കണ്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഇതിന് കാരണം നമ്മുടെ ശ്വാസ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഉദര സംബന്ധമായിട്ടുള്ള ഗ്യാസ്, അസിഡിറ്റി, കീഴ്വായു ശല്യം, അതുപോലെ കുടലിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഏറെ ഗുണകരമാകുന്നതാണ്. ഇത് ചെറിയ രീതിയിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലാക്സേറ്റീവ് എഫക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിന് നൽകുന്നത്. ഇതിലൂടെ മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഏതൊക്കെ രീതികളിലാണ് ഇവ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഏത് രീതികളിലൊക്കെ നമുക്ക് ഈ ഒരു ശർക്കരയെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് മനസ്സിലാക്കാം. 3 തരത്തിലുള്ള കോമ്പിനേഷൻസ് പറയുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ശർക്കരയും നെയ്യും ചേർത്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. വളരെ എഫക്റ്റീവായിട്ട് മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക്, റെഗുലർ ആയിട്ട് അവർക്ക് മലശോധന നടക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേറെ ഗുണകരമാവുന്നതാണ്. ഇത് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും ഏറെ നല്ലതാണ്. നമുക്ക് സ്കിന്നിന് അമിതമായിട്ട് ചൊറിച്ചിൽ വരിക, ഡ്രൈനെസ് വരിക, കാരണം നമ്മുടെ സ്കിന്നാണെന്നുണ്ടെങ്കിലും വയറാണെന്നുണ്ടെങ്കിലും വളരെ കണക്റ്റഡ് ആണ്. നമ്മുടെ സ്കിന്നിൽ ശരിയായ രീതിയിൽ ദഹനം പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടെങ്കിലാണ് നമുക്കത്, പ്രത്യേകിച്ച് നമുക്ക് സ്കിന്നിൽ ആ ഒരു തിളക്കവും കാര്യങ്ങളും ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ സ്കിന്ന് ഡ്രൈ ആയിട്ട് പോവുക, അതുപോലെ മുഖം മങ്ങിപ്പോവുക തുടങ്ങിയിട്ടുള്ള, കളറൊക്കെ മങ്ങിപ്പോവുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ഇതിനോടനുബന്ധിച്ച് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനാൽ തന്നെ നമുക്ക് ഈ ഒരു നെയ്യാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ശർക്കരയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഏകദേശം 1/2 സ്പൂൺ അളവായിട്ടുള്ള പൊടിച്ചിട്ടുള്ള ശർക്കര എടുക്കുക. അതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ അളവായിട്ടുള്ള നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇത് കഴിച്ച് ഉടനെ തന്നെ ചെറു ചൂടുവെള്ളം കൂടിയിട്ട് പുറമേ കുടിക്കുന്നത് മലശോധന ശരിയായ രീതിയിൽ നടക്കാനും വയറ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടും കുടലിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്ന ഒരു രീതിയാണ്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 or 3 തവണയായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ചേരുവയിൽ ശർക്കരയുടെ കൂടെ പെരിഞ്ചീരകവും നല്ല ജീരകവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. വളരെ എഫക്റ്റീവ് ആണ്. ഗ്യാസ്, അസിഡിറ്റി, വയർവീർപ്പ്, എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഓക്കാനം വരിക, അതുപോലെ രാവിലെ എണീക്കുന്ന സമയത്ത് ഛർദി വരിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് 1/2 സ്പൂൺ അളവായിട്ടുള്ള ശർക്കരയുടെ പൊടി എടുക്കുക. അതിനകത്തേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ചതച്ചിട്ടുള്ള ജീരകവും പെരിഞ്ചീരകവും കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക. അതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് ഇവയെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായി ചവച്ചരിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അതിന് പുറമെ ഒരു 1/4 ഗ്ലാസ് അളവായിട്ടുള്ള ചെറു ചൂടുവെള്ളം കൂടി കുടിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇത് ഉച്ച സമയത്ത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഈ വരുന്ന 3ാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, തൊണ്ടവേദന, അതുപോലെ നെഞ്ചിൽ കഫം കെട്ടിക്കിടക്കുക തുടങ്ങിയിട്ടുള്ള ശ്വാസ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഈ ഒരു ശർക്കരനെ ഉപയോഗിക്കേണ്ട രീതിയാണ്. ശർക്കര ഏകദേശം 1/2 സ്പൂൺ തൊട്ട് 1 സ്പൂൺ അളവായിട്ടുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്തേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, അത് നന്നായിട്ട് ക്രഷ് ചെയ്ത് അതിൽ നിന്നും നീരെടുക്കുക. ഈ ഒരു നീരിനകത്തേക്ക് ശർക്കര ചേർത്ത് ഇളക്കുക. അതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ അളവായിട്ടുള്ള ഇരട്ടി മധുരവും കൂടി ചേർക്കേണ്ടതാണ്. ഇരട്ടി മധുരവും നമ്മുടെ സ്വര സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ തൊണ്ടയുടെ വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒച്ചയടപ്പിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാണ്. ശ്വാസ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും
സഹായകരമാകുന്നതാണ്. ഈ 3 ചേരുവ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസ സംബന്ധമായിട്ടുള്ള വിട്ടുമാറാത്ത ചുമ, കഫം കെട്ടിക്കിടക്കുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഏറെ ഗുണകരമാണ്. ഇത് നമ്മൾ എപ്പോഴും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഗുണകരമായിട്ടുള്ളത്. എന്നാൽ ഇഞ്ചിനീരുള്ളത് കൊണ്ട് തന്നെ വയറിരിച്ചിലോ മറ്റോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം കഴിക്കുന്നതാണ് ഏറെ നല്ലത്. ഇങ്ങനെ ദിവസത്തിൽ ഒരു നേരമായിട്ട് മാത്രമാണ് കഴിക്കേണ്ടത്. തുടർച്ചയായിട്ട് 7 ദിവസം വരെ കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ശർക്കര ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ശർക്കരയിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. ഇനി ഇതിനകത്തേക്ക്, ഈ ശർക്കരയിനകത്തേക്ക് ചില ചേരുവകൾ നമ്മൾ ചേർക്കേണ്ടതാണ്. ശർക്കര ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് രണ്ടാമത് ചേർക്കേണ്ടത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല നമ്മുടെ മുഖത്തെ ഹൈഡ്രേറ്റ് ആക്കാൻ വേണ്ടി ഏറെ ഗുണകരമാവുകയും ചുളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവ കുറച്ചെടുക്കാൻ വേണ്ടിയും സഹായകരമാകുന്നതാണ്. ഞാനിവിടെ 1 സ്പൂൺ അളവായിട്ടുള്ള ഗ്ലിസറിൻ ആണ് എടുത്തിട്ടുള്ളത്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് കുറച്ച് റോസ് വാട്ടറും കൂടി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുണ്ട്. റോസ് വാട്ടറും സ്കിന്നിന് ഏറെ ഗുണകരമാണ്. ഏകദേശം ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോസ് വാട്ടർ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ 3 സ്പൂൺ അളവായിട്ടുള്ള റോസ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ട പ്രധാന ചേരുവ എന്ന് പറയുന്നത് കടലമാവാണ്. കടലമാവ് എടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. ഇത് അമിതമായിട്ട് കരിച്ചു കളയാതെ ഒരു പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു നല്ല മണം വരുന്ന സമയത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ കടലമാവ്, ഈ കടലപ്പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഏകദേശം 2 സ്പൂൺ അളവായിട്ടുള്ള കടലപ്പൊടി ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന്റെ കോംപ്ലക്ഷൻ കൂട്ടാൻ വേണ്ടി ഏറെ ഗുണകരമാവുകയും ഒപ്പം തന്നെ സ്കിന്നിന്റെ ചുളിവുകൾ കുറയ്ക്കാൻ വേണ്ടിയും സഹായകരമാകുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യുകയും അതിനൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിന്നിനെ ബാധിക്കാത്ത രീതിയിൽ ആ ഒരു സ്കിന്നിൽ ഉണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മാറ്റിയെടുക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഈ ഒരു കസ്തൂരി മഞ്ഞളിന് പകരമായിട്ട് വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി ഒരിക്കലും എടുക്കരുത്. കസ്തൂരി മഞ്ഞൾ മാത്രമാണ് നമ്മുടെ മുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മുഖത്തൊന്നെങ്കിൽ നീറ്റലോ കാര്യങ്ങളോ അല്ലെങ്കിൽ നീർച്ചയോ ഒക്കെ തന്നെ വരാൻ സാധ്യതകൾ ഏറെയാണ്. അതിനാൽ തന്നെ ഈ ഒരു കൂട്ടിന് ശേഷം നിങ്ങൾ ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്ന അടുത്ത ചേരുവ എന്ന് പറയുന്നത് 1 ടീസ്പൂൺ അളവായിട്ടുള്ള കോഫി പൗഡറാണ്. ഈ കോഫി പൗഡർ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ്നെസ് നിലനിർത്താൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഇതിലേക്ക് അവസാനമായിട്ട് വരുന്നത് ഒരു 4-5 തുള്ളി മാത്രം നാരങ്ങയാണ് എടുക്കേണ്ടത്. ഈ ഒരു ചെറിയ കഷ്ണം നാരങ്ങയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നാരങ്ങ നമ്മൾ ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുക. എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മുഖത്ത് ഇട്ട് ഏകദേശം 30 തൊട്ട് 45 മിനിറ്റ് വരെ കൈകൾക്കും കാലുകൾക്കും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കൈകളിലുള്ള ചുളിവ് മാറാൻ വേണ്ടിയും കൈകളിൽ വെയിലേറ്റിട്ടുള്ള ആ ഒരു മങ്ങലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവ അകറ്റാൻ വേണ്ടിയും ഏറെ ഗുണകരമാണ്. ഇതിട്ട് 30 തൊട്ട് 45 മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാൻ പറ്റുന്നതാണ്. ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പാക്കാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ അൺഈവൻ സ്കിൻ ടോൺസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ചുളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, കരിമംഗലത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒക്കെ തന്നെ മാറ്റങ്ങൾ വരുന്നത് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.